السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى عباد الله الصالحين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 307 ഉറൂസ് മുബാറക്ക് ഈ മജ്ലിസ് ഖബൂലാക്കുമാറാവട്ടെ. സദാതീങ്ങൾ, ഉമറാക്കൾ, ഉലമാക്കൾ, മുഹിബ്ബീങ്ങളൊക്കെ സംബന്ധിച്ചിരിക്കുന്ന മഹത്തായ വേദിയാണ് ഈ വേദി. അല്ലാഹു മഹാനായ താജുൽ ഔലിയ ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ പൂർണ്ണ പൊരുത്തം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വേദിയുടെ മഹത്വം എന്നത്, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത് മഹാനായ താജുൽ ഔലിയ ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ പേരിൽ അവരുടെ അനുസ്മരണം നടത്തുക, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക, അതോടൊപ്പം അവരൊക്കെ പഠിപ്പിച്ച വിശുദ്ധ ദീനിൻ്റെ ആശയങ്ങൾ സംസാരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇവിടെ നാം ഒരുമിച്ച് കൂടിയത്. അതുകൊണ്ടുതന്നെ ഈ വേദി എന്തിനേക്കാളും മഹത്വമുള്ളതും വലിയ പ്രതിഫലാർഹവുമായ മജ്ലിസാണ്. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് പൂർണ്ണമായി ഖബൂലാക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഓ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് തഖ്വ ചെയ്യുക. വകൂനു മഅസ് സ്വാദിഖീൻ, നിങ്ങൾ സ്വാദിഖീങ്ങളോടുകൂടെയാവുക, സിദ്ദീഖീങ്ങളോടുകൂടെയാവുക. ആരാണ് സ്വാദിഖീങ്ങൾ? അത് അല്ലാഹുവിൽ ഉറപ്പിച്ച, വാസ്തവമാക്കിയ, അല്ലാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കൊണ്ടുവന്നത് വാസ്തവമാക്കിയ, അല്ലാഹുവിൻ്റെ ദീനിൽ പലതും നമുക്ക് വിശ്വസിക്കാൻ കാണാത്തത് നമുക്ക് പഠിപ്പിച്ചു തന്നു, അതൊക്കെ വാസ്തവമാക്കിയ എന്ന് പറഞ്ഞാൽ അതൊക്കെ പൂർണ്ണമായി ബോധ്യപ്പെട്ട് മഅരിഫത്ത് ഉൾക്കൊണ്ട മഹത്തുക്കളായ ആളുകളോട് കൂടെയാവണം എന്നാണ് പറഞ്ഞത്. മുഅ്മിനീങ്ങളെ വിളിച്ച് അല്ലാഹുവിനെ തഖ്വ ചെയ്യാൻ പറഞ്ഞ് എന്നിട്ട് അല്ലാഹു നിർത്താതെ വകൂനു മഅസ് സ്വാദിഖീൻ എന്നും കൂടി അല്ലാഹു പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത്, ഒരാൾ തഖ്വ മാത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു കൽപ്പിച്ചത് മാത്രം ചെയ്തിങ്ങനെ നടക്കുന്നു. അതേസമയം അല്ലാഹുവിനെ സാദിഖാക്കിയ മഹത്തുക്കളോട് ഒരു ബന്ധവുമില്ല. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും ലോകത്ത് പലരും. ഇപ്പൊ ചില ബിദ്അത്തുകാരെ പരിശോധിച്ചാൽ അവരിൽ എത്ര ആളുകളായിരിക്കും 5 നേരം നിസ്കരിക്കുന്നുണ്ടാവും.
സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പ് നോൽക്കുന്നുണ്ടാവും, ഹജ്ജ് ചെയ്യുന്നുണ്ടാവും, തീരെ ഹറാമും ചെയ്യുന്നുണ്ടാവില്ല. അതുപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവർ സ്വാലിഹീങ്ങളെ കൂടെ കൂടുന്നില്ലെന്ന് മാത്രമല്ല, അവരുടെ മഹത്വത്തെ താഴ്ത്തിക്കാണിക്കാണ്. ഇവരുടെ ഈ വെറും ഇബാദത്ത് കൊണ്ട് മാത്രം അവർ രക്ഷപ്പെടുന്നില്ല. എന്തുകൊണ്ട്? അത് ചെയ്യലോടൊപ്പം അല്ലാഹു അവനെ മനസ്സിലാക്കി ഉറപ്പിച്ച മഹത്തുക്കളെ അവരോട് കൂടെയാവണം, സ്വീകരിച്ചോളണം എന്നും കൂടി അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവസൂരികളായ മഹത്തുക്കളെ പരിശോധിച്ചു നോക്കിയാൽ അവരൊക്കെ വലിയ അറിവുള്ളവരായിരുന്നു, ഗ്രന്ഥ രചന നടത്താൻ കഴിവുള്ളവരായിരുന്നു, പ്രാപ്തിയുള്ളവരായിരുന്നു, ശക്തരായിരുന്നു, വളരെ വലിയ വിജ്ഞാനത്തിന്റെ ഉടമകളായിരുന്നു. എന്നാൽ അവരൊക്കെ അതാത് കാലത്തുള്ള സ്വാലിഹീങ്ങളുമായി ഒരുമിച്ച് കൂടുകയും അവരുമായി ബന്ധപ്പെടുകയും ചെയ്തതായി നമുക്ക് കാണാം. മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റളിയല്ലാഹു അൻഹു അവരൊക്കെ വച്ചു വെക്കുന്ന പണ്ഡിതർ ആരുമില്ലല്ലോ. അവർ ഇമാം ആണ്, മദ്ഹബിന്റെ ഇമാമാണ്. ഒരു സമൂഹം അവർ പറയുന്ന കർമ്മശാസ്ത്രം അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അവരുടെ കീഴിൽ ധാരാളം അയിമ്മത്തുകൾ ഉണ്ട്. ആ മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റളിയല്ലാഹു അൻഹു അവിടെ നിന്നൊരു വിഷയം വരുമ്പോൾ മഹാനവരുകൾ ഇത്രയും ഇൽമും അറിവും ഉണ്ടായിട്ട് ഒറ്റയ്ക്കിരുന്ന് അവർ ദുആ ചെയ്തില്ല. അവർ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അവരടുക്കലേക്ക് പല വിഷയങ്ങൾ പറയുമ്പോൾ ദുആ ചെയ്യിപ്പിക്കാൻ ആളെ പറഞ്ഞേക്കുകയോ അവർ പോയി ദുആ ചെയ്യിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അതുപോലെ അക്കാലത്തുള്ള ഷൈബാനുർ റായി എന്ന വലിയ മഹാനുമായി ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പോയിരിക്കുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാം. മാത്രല്ല, അക്കാലഘട്ടത്തിലുള്ള പലരും ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെക്കാൾ അറിവുള്ള, പ്രാപ്തിയുള്ള, കഴിവുള്ള ഒരാളെയും ഇവിടെ കാണാൻ സാധിക്കൂല. എന്നിട്ട് പോലും നിങ്ങൾ ചില സ്വാലിഹീങ്ങൾ എന്ന് പറയുന്ന, സുഫിയാക്കൾ എന്ന് പറയുന്ന ആളുകൾ അടുക്കൽ പോയിരിക്കാറുണ്ടല്ലോ. അവര് നിങ്ങൾ പറയുന്നത് പോലെ വലിയ ഹദീസ് വെച്ച്, ഖുർആൻ വെച്ച് ഇങ്ങനെ വലിയ വഅദ് എന്നും പറഞ്ഞ് നടക്കുന്നതും കാണുന്നില്ല, വലിയ ഗ്രന്ഥരചന നടത്തുന്നതും കാണുന്നില്ല. അപ്പോൾ മഹാനായ മുഹമ്മദ് ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു മറുപടി എന്താണ്? അവരടുക്കൽ പോയിരിക്കുമ്പോൾ അവരടുക്കൽ നിന്ന് ചില അറിവുകൾ ലഭിക്കാറുണ്ട്. അത് നാം പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ, അതിനെ ഗണ്ണിക്കാൻ മാത്രം നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്ത വലിയ ജ്ഞാനങ്ങൾ, വളരെ വലിയ കാര്യങ്ങൾ, അറിവുകൾ അവരടുക്കിൽ നിന്ന് ലഭ്യമാകാറുണ്ട്, കിട്ടാറുണ്ട് എന്ന് മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഇത് ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ധാരാളം മഹത്തുക്കൾ അങ്ങനെ, പൂർവകാല മഹത്തുക്കൾ അക്കാലഘട്ടത്തുള്ള മഹാന്മാരുമായി ഒക്കെ ബന്ധം സ്ഥാപിക്കുകയും അവരുമായി ഹൃദയംഗമായി അടുത്തു നിൽക്കുകയും ചെയ്തിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും.
അതിൻ്റെ തുടർച്ചയാണ് നമ്മുടെ നാടുകളിലൊക്കെ പിൽക്കാലത്ത് മഹത്തുക്കൾ വന്നപ്പോൾ, ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ വന്നപ്പോൾ, മറ്റ് ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ഒക്കെ വന്നപ്പോൾ, അതാത് കാലത്തുള്ള മഹത്തുക്കൾ, ഉഖ്റവിയായ ഉലമാക്കൾ അവരുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയും അവർ ഇങ്ങോട്ടും ഇവരങ്ങോട്ടും ബന്ധപ്പെട്ട് ജീവിക്കുകയും ചെയ്ത വലിയ ഉദാഹരണങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. താജുൽ ഔലിയ ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ വന്ന സമയത്ത് അന്നത്തെ ഖാളി കൂടിയായിരുന്ന മഹൽ വ്യക്തിത്വം അന്നവരെ ബോധ്യപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ അവരുമായി ബന്ധപ്പെടാൻ തയ്യാറായില്ല. ഒരു വേള അവർ ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ മനസ്സിലാക്കാതെ അവര് പറഞ്ഞു, ഇവര് വിദേശത്തുനിന്ന് പുറത്തുനിന്ന് വന്നവരാണല്ലോ, അപ്പോൾ ഇവര് എങ്ങനെയാണ് ഇത്ര ഇക്റാം നമ്മൾ ചെയ്യുന്നത്, അവരെ കുറിച്ച് മനസ്സിലാക്കണ്ടേ. ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവർ നിസ്കരിക്കുന്ന പള്ളിയിലേക്ക് താജുൽ ഔലിയ ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ കടന്നു വരും. ഉടനെ തന്നെ ഈ ഖാളി പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നു, പുറത്തേക്ക് ഓടുന്നു. ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ കെട്ടിപ്പിടിക്കുന്നു, ആലിംഗനം ചെയ്യുന്നു, സ്വീകരിച്ചു കൊണ്ടുവരുന്നു. അവിടെ ഒരു അസ്ർ നിസ്കാര സമയമായിരുന്നു. അത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് താജുൽ ഔലിയ ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ അവരെ പിന്നിൽ ഇവർ നിന്ന് നിസ്കരിക്കുന്നു. എല്ലാം കഴിഞ്ഞ് താജുൽ ഔലിയ റളിയല്ലാഹു അൻഹു പോയപ്പോ അവിടുന്ന് അവിടെ കൂടെയുള്ളവർ ചോദിച്ചു, നിങ്ങളല്ലേ ഇവര് ബോധ്യപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ആ ഖാളി പറഞ്ഞു, എനിക്ക് ബോധ്യപ്പെട്ടു. എങ്ങനെ ബോധ്യപ്പെട്ടു? താജുൽ ഔലിയ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ എൻ്റെ അനുഭവം, അവരിങ്ങനെ വലുതായി വരുന്നു. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു മൈൻഡ്, അവര് പള്ളിയിലേക്ക് കയറുമ്പോ ഞാൻ ഈ പള്ളിയിൽ കുടുങ്ങി പ്രയാസത്തിൽപ്പെട്ടുമോ എന്ന് പേടിച്ചു പോകുന്നു. ഇതൊരു അനുഭവമാണ്, ഫീലിംഗ് ആണ്. അത് എന്നെ അറിയാതെ പള്ളിയുടെ പുറത്തേക്ക് ഓടിച്ചു. പക്ഷേ ഓടിയപ്പോൾ ഞാൻ കാണുന്നത് ആ സുസ്മേധവദനായി പുഞ്ചിരിച്ചുകൊണ്ട് ആ ഹൈബത്തുള്ള വഖാറുള്ള മഹാൻ നടന്നു വരുന്നു. എനിക്ക് ബോധ്യപ്പെട്ടു, ഇത് എന്നെ ബോധ്യപ്പെടുത്തിയതാണ്. എനിക്ക് മറ്റു പലതും അതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ അവർ, ആ ഖാളി ഉൾപ്പെടെ അവിടെ കൂടിയവരൊക്കെ താജുൽ ഔലിയ ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ മുരീദായി എന്ന് ചരിത്രത്തിൽ പറയുന്നതായി കാണാം. ഇവിടെ രണ്ട് കാര്യം നാം മനസ്സിലാക്കേണ്ടത്, മഹാന്മാരായ വലിയ അംഗീകൃത ഔലിയാക്കൾ, അവരുടെ കാലത്തുള്ള ഉഖ്റവിയായ ഉലമാക്കൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്ക് എന്തെങ്കിലും വിഷയത്തിൽ ബോധ്യം കുറവുണ്ടെങ്കിൽ അവർ ബോധ്യപ്പെടുത്തി കൊടുക്കും അവരാരാണെന്നുള്ളത്. അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ ഉഖ്റവിയായ ഉലമാക്കൾ അവരുടെ മഹത്വത്തെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യും എന്നുള്ളതാണ് വസ്തുത. അതേസമയം പലരും ഇന്ന് ഈ വിഷയത്തിലൊക്കെ ഷേഖും അല്ലെങ്കിൽ ത്വരീഖത്തും ചമഞ്ഞൊക്കെ വരും. എല്ലാത്തിലും കള്ളനാണയങ്ങൾ ഉള്ളതുപോലെ ഇതിലും കള്ളനാണയങ്ങൾ ഉണ്ടല്ലോ. അവർ അവരുടെ ആത്മീയ പ്രഭ ഈ മഹത്തുക്കളൊക്കെ തെളിയിച്ചതുപോലെ പലപ്പോഴും തെളിയിക്കപ്പെടാതെ, അല്ലെങ്കിൽ വ്യാജത ആയതുകൊണ്ട് അവർക്ക് തെളിയിക്കപ്പെടാൻ കഴിയാതെ പലരും ഈ മേഖലയിൽ തന്നെ വളരെ മോശമായി നടക്കുന്നവരുണ്ട്. എന്നാൽ സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, അവരെ തിരിച്ചറിയുന്നവർ എല്ലാവരും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അവരുടെ മഹത്വം വളരെ വലുതാണ്. ചുരുക്കി പറഞ്ഞാൽ ഖാസിം വലിയുല്ലാഹി തങ്ങളാവട്ടെ, മറ്റു മഹത്തുക്കളാവട്ടെ, സ്വാലിഹീങ്ങളാവട്ടെ, ഔലിയാക്കളാവട്ടെ, അവരൊക്കെ അതാത് കാലത്ത് ഉലമാക്കളുമായി ബന്ധപ്പെട്ടു,
ഉഖ്റവിയായ ഉലമാക്കൾ അങ്ങോട്ടും ബന്ധപ്പെട്ടു. അങ്ങനെ ജീവിച്ച് വഫാത്തായി പോയവരാണ് അവരൊക്കെ. അപ്പൊ ആയതുകൊണ്ട് ഈ മഹാന്മാരോടൊക്കെ ഉള്ള മഹബ്ബത്താണ് നാം ഈ മജ്ലിസുകൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു വകൂനു മഅസ്വാദിഖീൻ, നിങ്ങൾ സാദിഖീങ്ങളായ മഹ്തുക്കളോട് കൂടെയാവണം. അവരെ കൂടെ അവരെ മനസ്സിലാക്കി അവരെ കൂടെ കൂടുമ്പോഴാണ് നമുക്ക് ഈമാനും തഖ്വയും അതിന്റെ യഥാർത്ഥ രൂപം മനസ്സിലാവുക. അവരോടൊക്കെ കൂടാതെ നമ്മൾ പലതും നാം വലുതാണെന്ന രൂപത്തിൽ ചെയ്തു പോയ പല ബിദ്അത്തുകാർക്കും ഉള്ള അഹങ്കാരവും കിബറും നമുക്ക് വന്നു പോകും. അല്ലാഹു സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്ന മഹബ്ബത്ത് വെക്കുന്ന അവരെ കൂടെ കൂടി നമ്മുടെ ചേറുകളും ചെളികളും അതൊക്കെ ഒഴിവാക്കി ഹൃദയശുദ്ധിയുള്ള ഹൃദയ രോഗങ്ങളൊക്കെ ശുദ്ധിയാകുന്ന മുഅ്മിനുകൾ വിശ്വാസികളിൽ അല്ലാഹു നമ്മൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞ് എന്റെ യാമുഖ പ്രഭാഷണം ഞാൻ ഇവിടെ അവസാനിപ്പിച്ച് ഇൻഷാ അല്ലാഹ് മറ്റു പ്രഭാഷണങ്ങളിലേക്ക് കടക്കുന്നു. കുറഞ്ഞ സമയത്തുള്ളിൽ നമ്മുടെ ഈ സദസ്സ് പിരിയും. ഇൻഷാ അല്ലാഹ് പത്തപ്പിരിയം ഉസ്താദ് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നാളെ നമ്മുടെ മജ്ലിസിൽ അതിഗംഭീരമായ പ്രഭാഷണം നടത്തും. രാവിലെ ഒരു 9 മണി അല്ലെങ്കിൽ 9:30 ആ ടൈമിനുള്ളിൽ നമ്മുടെ നാടിലെത്തും. അല്ലാഹു കബൂലാക്കട്ടെ. ഇന്ന് അഗത്തി ദ്വീപിൽ എത്തിയിട്ടുണ്ട്. അവർ വന്ന ഫ്ലൈറ്റ് ഉച്ച കഴിഞ്ഞായതുകൊണ്ട് അവിടുന്ന് ഹെലികോപ്റ്റർ ഉച്ചയ്ക്ക് ശേഷം വരാത്തത് കൊണ്ടും ഇങ്ങോട്ട് വരാൻ സാധിക്കാത്തതാണ്. അല്ലാഹു ഈ മജ്ലിസ് പൂർണ്ണമായി കബൂലാക്കുമാറാവട്ടെ. അഗത്ത് ദ്വീപിൽ അവരുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ അവർ എത്തും. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വേദി ആശംസ നടത്തിക്കൊണ്ട് നമുക്ക് ഇവിടെ ദീനീ രംഗത്ത് നേതൃത്വം കൊടുക്കുന്ന ഖത്തീബായി വളരെ ദീർഘകാലം അല്ലെ ഈ അടുത്ത കാലം മുതൽ വളരെ സന്തോഷത്തോടെ ഇവരൊക്കെ വളരെ ഉത്തരവാദിത്വത്തോടെ നടത്തുന്ന ഖത്തീബുമാർ നമ്മുടെ ഈ മജ്ലിസിലുണ്ട്, വേദിയിലുണ്ട്. ഹംസക്കോയ സഖാഫിസ് അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അതുപോലെ ആഷിഖ് ഫൈളി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇവരൊക്കെ നമുക്ക് വളരെ മാതൃകാപരമായി നമ്മുടെ നാട്ടിൽ സേവനം ചെയ്യുന്നു. ആവശ്യമായ ഉപദേശങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും അവർ നൽകുന്നു. അതുപോലെ മറ്റു ദീനി രംഗത്ത് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വേണ്ട ആത്മീയ നേതൃത്വങ്ങളൊക്കെ നൽകുന്നു. അള്ളാഹു നമ്മുടെ നാടിന്റെ ഐക്യവും സ്നേഹവും ഭദ്രതയും അള്ളാഹു കാത്തുസൂക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ റാഹത്തും അള്ളാഹു നമ്മുടെ ഈ മജ്ലിസിൽ അള്ളാഹു നൽകുമാറാവട്ടെ.